വേനൽ മഴയിൽ പാടത്ത് വെള്ളം കയറി നെൽകൃഷി നശിച്ചതോടെ കർഷകർ ദുരിതത്തിൽ. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായത്. നൂർനാട് ഇടപ്പോൺ ആമ്പടവം പാടശേഖരത്താണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ തോട് കവിഞ്ഞൊഴുകി കൃഷിയിടത്തിൽ വെള്ളം കയറിയത്. തോട്ടിൽ മണ്ണ് നിറഞ്ഞ് അച്ചൻകോവിലാറ്റിലേക്കുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെടുന്നതാണ് കൃഷി നശിക്കാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. നൂർനാട് ഇടപ്പോൺ ആമ്പടവം പാടത്തെ നെൽകൃഷിക്കാർക്ക് ഇത് ദുരിതകാലമാണ്. 125 ഏക്കറിൽ കൊയ്ത്തിന് പാകമായി കിടന്ന നെൽകൃഷിയിലേക്ക് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളം കയറുകയായിരുന്നു. നെൽച്ചെടികൾ ഭൂരിഭാഗവും ഒടിഞ്ഞു വീണതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. കരിങ്ങാലിച്ചാൽ പുഞ്ചയുടെ ഭാഗമായ ഇവിടെ 50ഓളം കർഷകരടങ്ങുന്ന പാടശേഖര സമിതിയാണ് കൃഷി ഇറക്കി വരുന്നത്. പാടശേഖരത്തിന് മധ്യത്തിലൂടെയുള്ള തോട്ടിലെ വെള്ളം അച്ചൻകോവിലാറ്റിലേക്ക് ഒഴുകുന്നതിനുണ്ടായ തടസ്സം മൂലമാണ് കൃഷിയിടത്തിൽ വെള്ളം കയറിയത്. ഇടപ്പോൺ പാലത്തിനു താഴെ തോടിൻ്റെ വശങ്ങളിലെ മണ്ണിടിഞ്ഞ് തോട്ടിലേക്ക് വീഴുന്നതാണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. വേനൽ മഴയിൽ വന്നപ്പോൾ ഈ തോട് തെറഞ്ഞ് വന്ന് വെള്ളം ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ലാൽ അവിടെ തോട് നികന്നിരിക്കുക. പാലത്തിൻ്റെ അടിവശത്തെ മണ്ണ് വീണ് നികന്ന് നാശമായി കിടക്കുന്നത് കാരണമാണ് വെള്ളം ഒഴുകി പോകാനൊക്കാതെ വരുന്നത്. അതുമാണ് കണ്ടത്തിലേക്ക് ഞങ്ങളുടെ കൃഷിയിലേക്ക് ആ വെള്ളം മട വീണ് കയറി ഇത്രയൊക്കെ നശിച്ചതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾ കൃഷി ഇറക്കുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേണ്ടതായിട്ട് വരും. വെള്ളം കയറിയ ഭാഗങ്ങളിലെ നെല്ല് യന്ത്രം ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ കൊയ്തു മാറാൻ കഴിയാതെ വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളിൽ യന്ത്രം ഉപയോഗിച്ച് വേഗത്തിൽ കൊയ്ത്ത് നടത്തി വരികയാണ്. തോടിൻ്റെ വശങ്ങളിൽ ഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്നതാണ് കർഷകരുടെ ആവശ്യം. നവംബറിൽ കൃഷി ഇറക്കിയാൽ ഞങ്ങൾക്ക് സുഗമമായ രീതിയിൽ മാർച്ചിൽ ഇവിടുന്ന് വിളവെടുക്കാൻ പറ്റും. ഇത് നവംബറിൽ കൃഷി ഇറക്കാൻ പറ്റാതെ 2-3 വർഷം കൊണ്ട് നവംബറിൽ കൃഷി ഇറക്കാൻ പറ്റാതെ വരുന്ന ഈ തോട്ടിലെ മണ്ണ് കിടക്കുന്നതാണ് വെള്ളം അച്ചൻകോവിലാറ്റിലേക്ക് ഒഴുകിപ്പോകാൻ തടസ്സം വരുന്നത്. ഇല്ലാത്തപക്ഷം അടുത്ത വർഷം മുതൽ കൃഷി ഇറക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് കർഷകർക്കുള്ളതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി സബിത വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.